ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീത് ഒരുങ്ങി വന്ന് നിൽക്കുകയാണ്. ഗീതയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുജാതയാണെന്നുണ്ടെങ്കിൽ ചക്കയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്കൊരു കുലുക്കമില്ല. വിനീത് ഇങ്ങനെ ഒരുങ്ങി വന്നിട്ട് ഗീതയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഗീത വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അമ്മനോട് പറയാണ്, അമ്മ ഇങ്ങനെ പിണങ്ങി നിൽക്കല്ല അമ്മേ, നിങ്ങൾ എൻ്റെ കൂടെ വായോ എന്നൊക്കെ പറഞ്ഞു കേട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. പക്ഷേ സുജാതയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല. സുജാതനോട് കുറേ കാര്യങ്ങളൊക്കെ വിനീത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അമ്മേ, എനിക്കൊരു ചെറിയ ലോകമാണ് അമ്മേ ഉള്ളത്. ആ ലോകത്തിൽ അമ്മയും ഗീതേച്ചിയും ഗംഗയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടേ. ഇതേസമയം ഗംഗയും വീട്ടുകാരൊക്കെ കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ. പക്ഷേ വിനീതാണെന്നുണ്ടെങ്കിൽ അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഒരു ചെറിയൊരു ലോകമാണ് എനിക്കുള്ളത്. ആ ലോകത്തിലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. അതമ്മ സാധിച്ചു തരണം, ഈ ഒരു ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സുജാത പറയാണ്, നീ ഇപ്പം നിന്റെ ലോകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നെ ഉപേക്ഷിച്ച് കളയാനായിട്ട് പലരും എന്നോട് പറഞ്ഞതാണ്. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, ഞാനത് കാര്യമാക്കിയിട്ടില്ല. ജനിച്ച സമയത്ത് നിനക്ക് ശ്വാസം പോലും ഉണ്ടായിരുന്നില്ല. ദേവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ നിനക്ക് ശ്വാസം കിട്ടി. നിന്റെ ഒരു ജീവച്ചവൻ പോലത്തെ ഒരു ചെറിയൊരു കൊച്ചായിരുന്നു നീ. ഒരു ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നിന്നെ ഞാൻ വളർത്തി വലുതാക്കി. ഇവളാണ് നിനക്ക് കൂട്ടുനിന്നത്. ഞാൻ തോട്ടത്തിൽ പണിക്ക് പോകുമ്പോൾ എൻ്റെ കണ്ണെത്താ ദൂരത്ത് ഞാൻ തോർത്ത് വിരിച്ച് അതിലാണ് കെടുത്തിരുന്നത്. ആ സമയത്ത് ഒരിക്കലും നിന്നൊരു പാമ്പ് കൊത്താൻ വന്ന് ഞാൻ ദേവീന്ന് വിളിച്ചിട്ട് പല ആൾക്കാരും അവിടേക്ക് പോകാൻ പഠിച്ചെങ്കിലും ദേവീന്ന് വിളിച്ച് ഞാനൊരു ഒരു പോക്കാണ് നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അന്ന് 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണു തുറന്നത് ധർമാശുപത്രിയിൽ വെച്ചിട്ട്. നീ പറഞ്ഞ ലോകത്തിനേക്കാളും ചെറിയൊരു ലോകം മാത്രമേ എനിക്കുള്ളൂ. അതിൽ വയസ്സാം കാലത്ത് എൻ്റെ മോൻ എന്നെ ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അമ്മ, അതിനൊന്നും ഇപ്പോഴും ഒരു കുറവില്ല. അമ്മ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം സുജാത പറയുന്നുണ്ട്, എടാ ഗംഗനെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നില്ലേ? നിന്റെ മനസ്സിലെ ആഗ്രഹം അനുസരിച്ചിട്ടല്ലേ നിനക്ക് വേണ്ടി ഞാൻ അവിടെ ചെന്ന് പെണ്ണാലോചിച്ചത്. പക്ഷേ ആ ആഗ്രഹം തട്ടിത്തെറിപ്പിച്ചു, എന്നെ അപമാനിച്ചു, പരിഹസിച്ചു. ഞാൻ അവരുടെ മുന്നിൽ നിന്നില്ലേ? എന്നിട്ട് അവരത് കേട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അമ്മ, അത് കഴിഞ്ഞു പോയ കാര്യങ്ങളില്ല. കഴിഞ്ഞു പോയതായാലും കഴിയാത്തതായാലും അതൊക്കെ ഞാൻ അനുഭവിച്ചതല്ലേടാ. എന്നിട്ടിപ്പോൾ ആർക്കും വേണ്ടാതായിപ്പോൾ നീ ഇപ്പോൾ അരവിന്ദേട്ടൻ മരിച്ചില്ലെങ്കിൽ ആ ദുബായിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ അവള്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ വന്നില്ല 2ാം കെട്ടുകാരൻ, അവൻ്റെ കൂടെ പോയേനെ. എന്നിട്ട് ഇപ്പോൾ ആർക്കും വേണ്ടാതായപ്പോൾ നീ അവളെ കെട്ടണോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും വിനീത് ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും സുജാതയ്ക്ക് ഭ്രാന്തളിക്കിയ പോലെ തന്നെ ആകെ അലറി വിളിച്ച് വിനീതിൻ്റെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ചിരുന്ന ചക്കൊക്കെ എടുത്ത് വലിച്ച് വാരിയിടാണ്. വിനീതിനെ പിടിച്ച് തള്ളിയിടുമ്പോൾ സ്റ്റെയർകേസുമ്മിലൊക്കെ തലടിച്ചിട്ട് വിനീത് വീഴുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഭ്രാന്തളികിയ പോലെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടാണ്. ചുമരുമ്മലൊക്കെ തലിട്ട് ഇടിക്കുന്നുണ്ട്. വിനീത് ഇങ്ങനെ പതുക്കനെ എഴുന്നേക്കാനായിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ പതുക്കനെ എഴുന്നേക്കാണ്. ഈ സമയത്ത് നിവിനെ അവിടേക്ക് വരുമ്പോൾ വിനീത് പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും വരുന്നില്ലടാ എന്ന് ചോദിക്കുമ്പോൾ സുജാത അവിടേക്ക് ദേഷ്യത്തോട് കൂടിയിട്ട് വിനീതിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കണം, ആരുടെ 16 എന്തിനാണ്ടാ നീ അവനെ വിളിക്കാൻ വന്നിരിക്കുന്നത്? മര്യാദയ്ക്ക് എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് പോകുന്നു പറയുകയാണെ. അന്നേരം വിനീത് പറയുന്നുണ്ട്, അമ്മ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ, അമ്മ ഇതിന് അവനോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിവിനോട് സുജാത ചോദിക്കുകയാണ്, നീ ആരെ കല്യാണം കഴിക്കുന്നതെന്ന് നിന്റെ അമ്മ രാജേശ്വരി അല്ലേ തീരുമാനിക്കുക, അല്ലാതെ ഇവനെ പോലെയുള്ള കൂട്ടുകാരാണോ? അല്ലല്ലോ. അതുപോലെ വെറുതെ ആവശ്യമില്ലാതെ അവൻ്റെ ജീവിതത്തിൽ ഇടപെടരുത്. ഓരോന്ന് പറഞ്ഞ് കുളത്തിൽ കൊണ്ട് ചാടിക്കാനായിട്ട് പല ആൾക്കാരും കാണും. പക്ഷേ എൻ്റെ മോനെ അതിന് കിട്ടൂല എന്നൊക്കെ പറയാണ് കേട്ടോ. അന്നേരം നിവിൻ പറയാണ്, എടാ നീ ഇതെന്ത് കോലത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അളിയാ വായു ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാണ് കേട്ടോ നിവിനെ. എന്നിട്ട് നിവിനോട് പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അളിയാ, കണ്ടില്ലേ, എന്തായാലും അമ്മയായിപ്പോയില്ലേ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങോട്ട് വരാമെന്ന് പറയണ്ട. അപ്പം നിവിൻ ചോദിക്കുന്നുണ്ട്, വരൂലേ ചോദിക്കണം. വരുവാടാ, ഉറപ്പായിട്ടും വരും, എന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ. അങ്ങനെ വിനീത് തനിച്ച് വരാമെന്ന് പറഞ്ഞതിന് ശേഷം നിവിൻ അങ്ങനെ അവിടുന്ന് പോവുകയാണ് കേട്ടോ. ഉറപ്പായിട്ടും വരണം കേട്ടോടാ, വരാടാ എന്ന് പറഞ്ഞു കണ്ടിട്ട് അങ്ങനെ അവർ പോവുകയാണ്. നിവിൻ പോവുകയാണ്. ഇതേ സമയം വേഗം തന്നെ വിനീത് അകത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ സുജാതയും ഗീതയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. വിനീത് എന്താ അടുത്ത് ചെയ്യുന്നതെന്ന്. വിനീത് വന്നു കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വിഷമത്തോട് കൂടിയിട്ട്. പിന്നെ നിവിൻ അമ്പലത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. അമ്പലത്തിലേക്ക് എത്തുമ്പോൾ വിനീതിനെ കൂടെ കാണാതാവുമ്പോൾ എല്ലാവരും വിഷമിക്കുകയാണ്. അപ്പോൾ കാവേരി പറയാന്നുണ്ട്, നിവിൻ്റെ കൂടെ വിനീതേട്ടനില്ലല്ലോ, എന്താ പ്രശ്നം, നമുക്ക് നോക്കിയിട്ട് വരാൻ, ഗംഗേച്ചി ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോഴേക്കും
ശാരദയും രാധമ്മയൊക്കെ കൂടെ വന്ന് ചോദിക്കുമ്പോൾ നിവിൻ കാര്യങ്ങളൊക്കെ പറയുകയാണെ. അന്നേരം രാധമ്മ പറയാണ്, എനിക്കറിയാം എൻ്റെ മോളായതുകൊണ്ടുമല്ല, അവൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നറിയാം. അത് അമ്മയും മക്കളും കൂടെയുള്ള പ്രശ്നമില്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയായി അവൻ വരും എന്ന് പറയാം കേട്ടോ. അത് നിനക്ക് സുജാതനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്, അവളെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ രാധമ്മ പറയുകയാണേ. ഈ സമയം കാവേരിയും ഈ യമുനയും നിളയും കൂടിയിട്ട് അവിടേക്ക് വരാനിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ബേബി പറയുന്നുണ്ട്, പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, വിനീതിനെ അമ്മ പറഞ്ഞയക്കുന്നില്ല, അമ്മയും വിനീതും തമ്മിൽ വലിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അവൻ വന്നോളാന്നാണ് നിവിനോട് പറഞ്ഞതെന്നാണ് നിവിൻ വന്ന് പറഞ്ഞതെന്ന് പറയുകയാണേ. അപ്പോൾ കാവേരിക്കും യമുനയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാവട്ടെ, എന്തായാലും ഗംഗേച്ചി ഇത് അറിയണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഗംഗ ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് വല്ലാത്ത സങ്കടമാവാണ്. അങ്ങനെ ഗംഗ അവിടെ തന്നെ ആ ഒരു ആൽത്തറയിൽ അങ്ങനെ ഇരുന്ന് പോവുകയാണ്. ഇതേ സമയം വിനീതാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് അവിടെ ഇരുന്നോടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാധമ്മയ്ക്കും ശാരദയ്ക്കൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ആരൊക്കെ എതിർത്താലും അമ്മ എതിർത്താലും ഗംഗയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. അപ്പോൾ അതുമാത്രമല്ല നിവിനോട് പറയുകയും ചെയ്തല്ലോ, ഞാൻ താലികെട്ടിന് മുമ്പായിട്ട് ഉറപ്പായിട്ട് അങ്ങോട്ട് വരുന്നുള്ളത്. അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് വേഗം തന്നെ വിനീത് എഴുന്നേറ്റ് അകത്തേക്ക് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് അകത്തേക്ക് ചെന്നിട്ട് അമ്മയുടെ അടുത്ത് ചെന്ന് പറയുകയാണേ, അമ്മേ മുഹൂർത്തമായി അമ്മേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സുജാത ഒന്നും മിണ്ടുന്നില്ല. അമ്മേ ഗംഗരെ ഈ മൂന്നാമത്തെ കല്യാണം കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്കൊരു ജീവിതം ഉണ്ടാവില്ല അമ്മേ, ഗംഗയുടെ ജീവിതം നശിച്ചു പോകും അമ്മേ, അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഗീത ദേഷ്യത്തോടു കൂടി എന്നിട്ട് കണ്ടോ, ഇപ്പോഴും ഇവന്റെ മനസ്സിൽ ഗംഗ 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 എന്ന് മാത്രമാണ്. ഗംഗ വിഷമിക്കും, ഗംഗ കരയും, ഗംഗയുടെ ജീവിതം നശിക്കും, ഗംഗയുടെ 16 അടിയന്തരം എന്നല്ലാതെ ഇവന് വല്ലതും പറയാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഗീത ഇങ്ങനെ ഒച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സുജാത കൈ ഉയർത്തി ഇങ്ങനെ നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പ്രമോലാണെന്നുണ്ടെങ്കിൽ കാണിച്ചിരിക്കുന്നത് ജയബാലൻ അമ്പലത്തിലേക്ക് വരികയാണ്. അപ്പോൾ വിനീത് വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, മൂന്നാമത്തെ തവണയും ഈ പെൺകുട്ടിയുടെ കല്യാണം ഇവിടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ 4 കെട്ടാമംഗന്മാർ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ശാരദനെയും കുടുംബക്കാരെയൊക്കെ കളിയാക്കുകയാണ് കേട്ടോ ജയബാലൻ. അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും ജയബാലൻ പറഞ്ഞത് സത്യാവോ ഇല്ലയെന്നുള്ളത് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ബേബി വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ വിനീതിനെ. അതുപോലെ തന്നെ സലീമിക്കൊക്കെ കൂടിയിട്ട് വീട് വരെ വന്ന് നോക്കുന്നുണ്ട് അവിടുത്തെ എന്താ അവസ്ഥ എന്ന് അറിയാനായിട്ട്. ഈ സമയത്ത് വിനീതാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ട് ഒരു ജഗ് മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് തലയെ കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മക്കളുടെ മനസ്സറിയാത്ത അമ്മമാർക്ക് ഇതൊരു പാടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ തലയെ കൂടെ ഒഴിക്കുമ്പോഴേക്കും സുജാതയും ഗീതയും വന്നിട്ട് വട്ടം പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ മണ്ണെണ്ണ അങ്ങനെ ഒഴിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതേ സമയം വിനീതിൻ്റെ അവസ്ഥ അറിയാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട് കാവേരിയും നിവിനും കൂടി വരികയാണ് കേട്ടോ. രണ്ടുപേരും കൂടെ വരുമ്പോൾ വരുന്ന കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നിവിൻ ഇങ്ങനെ തൻ്റെ പ്രണയം പറയാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. കാവേരിയുടെ അഭിപ്രായത്തിൽ പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പറയണം എന്നാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിവിൻ. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്.